മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കലാകാരനാണ് ടിനി ടോം. പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്കിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. വനിതാ ഫിലിം അവാർഡിന്റെ ഭാഗമായി ടിനി ടോമിന്റെ നേതൃത്വത്തിൽ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായി സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചതാണ് സംഭവത്തിന് തുടക്കം. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സൈബറിടത്ത് ട്രോൾ ചർച്ചകൾ നടക്കുമ്പോഴും ടിനി ടോം കാപ്പിയാണ്. കാരണം ഭ്രമയുഗത്തിന്റെ സ്കിറ്റ് കണ്ട് മമ്മൂട്ടി തന്നെ നേരിട്ടെത്തി തന്നെ അഭിനന്ദിച്ചു എന്നാണ് താരം പറയുന്നത്. സ്കിറ്റിനെ പറ്റി ട്രോളുകളും അഭിനന്ദനങ്ങളും ഉയരുമ്പോൾ ടിനി ടോമിന്റെ വാക്കുകൾ ഇങ്ങനെ: മമ്മൂക്ക അനശ്വരമാക്കിയ കഥാപാത്രത്തെ ഒരു സ്റ്റേജിലെങ്കിലും പുനരവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ചെയ്തതിന്റെ ഒരംശം പോലും ചെയ്യാൻ നമുക്കാകില്ലെന്ന് അറിയാം. അത്രയേറെ തയ്യാറെടുത്ത് അവതരിപ്പിച്ചൊരു വേഷപ്പകർച്ചയായിരുന്നു അത്. മമ്മൂക്കയും സിദ്ദിഖിക്കയും രമേഷ് പിഷാരടിയുമൊക്കെ അഭിനന്ദിച്ചു. മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ സലാം അരൂക്കുറ്റിയാണ് കൊടുമൺ പോറ്റിയായി തന്നെ ഒരുക്കിയത്. വോട്ട് ചോദിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ മനയിലെത്തുകയും പിന്നീടുണ്ടാകുന്ന സംഭവബഹുലമായ രംഗങ്ങളുമാണ് ടിനി ടോം ആൻഡ് ടീം വളരെ ഗംഭീരമായി അവതരിപ്പിച്ചത്. നിറഞ്ഞ കയ്യടിയും അഭിനന്ദനങ്ങളുമാണ് ഇരുവർക്കും ലഭിച്ചത്. വനിതാ ഫിലിം അവാർഡ് വേദിയിൽ വെച്ചായിരുന്നു മമ്മൂക്കയുടെ മുന്നിൽ വെച്ച് തന്നെ ടിനി ടോം കൊടുമൺ പോറ്റിയായി എത്തിയത്. ടിനി ടോമിനെ കൂടാതെ ഹരീഷ് കണാരനും ബിജുക്കുട്ടനും മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഇരുവരുടെയും സ്കിറ്റിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലും എത്തി. സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.